eigenvalues and eigenfunctions. Consider the equation y double dash plus lambda y equals 0 with boundary conditions y of a equal to lambda a and y of b equal to lambda b and yb in close interval a comma b. Problems of this kind are called boundary value problems. Boundary value എന്താണോ തരുന്നത് അതാണ് സത്യത്തിൽ boundary value problems ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി values of lambda for the non-trivial solution this one. അതായത് ഈ ഇക്വേഷൻ y double dash plus lambda y equal to 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡകളെ എന്ത് വിളിക്കും? ഐഗൻ വാല്യൂസിന് വിളിക്കും. നോൺ ട്രിവിയൽ ആയിട്ടുള്ള ആൾക്കാർ ഈക്വൽ ടു 0 ഉള്ള കേസിൽ ഉദ്ദേശിക്കുന്നില്ല. ഇനി അങ്ങനത്തെ കേസിലെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് എക്സ് values of lambda for the non-trivial solution y of x are called eigenvalues and the corresponding solutions of y of x are called the eigenfunctions. Regular stem value problem എന്താണ്? ഫസ്റ്റ് ലെമ്മ എന്താ? If y of x and z of x are non-trivial solutions of y double dash plus q of x y equal to 0, z double dash plus r of x z equal to 0, where q of x and r of x are continuous functions and q of x greater than r of x, suppose y of x and z of x both vanish at a point b naught and z of x has a finite number or infinite number of successive zeros b1, b2, b3, etc. bn to the right of b naught, then y of x has at least as many zeros as z of x on every closed interval b naught comma bn, and if the successive zeros of y of x to the right of b naught are a1, a2, etc. an, then the an values are less than bn. So just നമുക്ക് ലെമയേ ഉള്ളൂ, അതിൻ്റെ പ്രൂഫ് വേണോ വേണ്ട നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ആ സമയത്ത്. അതുപോലെ അടുത്ത ലെമയുണ്ട്, അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, തിയറം. The eigenfunctions of stem level problem d by dx of p of x y dash plus lambda q of x y equal to 0 with boundary conditions y of a equal to y of b equal to 0 satisfying the relation integral a to b q yn ym dx equal to 0 if m not equal to n, then the eigenfunctions y1 of x, y2 of x, etc. are orthogonal with respect to the white functions q in closed interval a comma b. Here ym and yn are the corresponding eigenfunctions of the eigenvalues lambda n, lambda n. So എന്താ പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. വി ഹാവ് സ്റ്റെം ലെവൽ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ലാംഡ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൾ ടു 0. സപ്പോസ് ലാംഡ എം ആൻഡ് ലാംഡ എൻ ആർ ടു ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഓഫ് ഇക്വേഷൻ 1. അപ്പോൾ എന്താ കറസ്പോണ്ടിങ് ടു വൈ എം ആൻഡ് വൈ എൻ, അതെന്ന് അർത്ഥം എന്താ? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ലാംഡ എം വരുമ്പോൾ ഇവിടെ വൈ എം വരും, ലാംഡ എൻ ആവുമ്പോൾ വൈ എൻ ആവും. ദാറ്റ് മീൻസ് ഡി ബൈ ഡി എക്സ് ഓഫ് p of x into ym dash plus lambda m into q of x ym equal to 0. അതുപോലെ d by dx of p of x into yn dash plus lambda and q of x yn equal to 0. നമ്മൾ എന്ത് ചെയ്യണു? ഈ ഇക്വേഷൻ 3നെ ym കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ 2നെ yn കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? ym ഇൻറ്റു d by dx of p of x y dash plus in q of x yn ym equal to 0. yn ഇൻറ്റു d by dx of p of x ym dash plus lambda m q of x yn ym equal to 0. മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഈ കോമൺ ടേം മൈനസ് ആവില്ല, എങ്കിലും എന്ത് വരും? വൈ എം ഡി ബൈ ഡി എക്സ് പി ഓഫ് എക്സ് വൈ എൻ ഡാഷ് മൈനസ് വൈ എൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് വൈ എം ഡാഷ് പ്ലസ് എന്താ വൈ എൻ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു എന്ത് വരും പുറത്ത്? ലാംഡ എം മൈനസ് ലാംഡ എം ഈക്വൾ ടു 0. ഓക്കെ, ഇനി വീണ്ടും ലാംഡ എം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് വൈ എൻ ഡാഷ് പ്ലസ് വൈ എം ഡാഷ് പി ഓഫ് എക്സ് വൈ എൻ ഡാഷ് മൈനസ് വൈ എം ഡാഷ് പി ഓഫ് എക്സ് വൈ എൻ ഡാഷ്. സോ ആഡ് ചെയ്യാൻ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ടേമിനെ. മൈനസ് വൈ എൻ ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് വൈ എം ഡാഷ് പ്ലസ് വൈ എൻ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ എം ഡാം മൈനസ്. സോ ഈ ടേമിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ടേമിനെ ആഡ് ചെയ്യും സബ്സ്ട്രാക്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൊത്തത്തിൽ ഇയാളിനെ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എം ഇൻറ്റു പി ഓഫ് എക്സ് വൈ എൻ ഡാഷ് എഴുതാം. കാരണം എന്താ? നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എന്താ വരിക എന്ന് ആലോചിച്ച് നോക്കുക. വൈ എം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ എൻ ഡാഷ് പ്ലസ് എന്താ വരിക? വൈ എം ഡാഷ് ഇൻറ്റു പി ഓഫ് എക്സ് വൈ എൻ ഡാഷ്. ശരിയല്ലേ? അതുപോലെ ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എൻ പി ഓഫ് എക്സ് വൈ എം ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഇൻ വൈ എം ഡാഷും ഒരു ടേം, മറ്റേ ടേം വൈ എൻ ഡാഷ് ഇൻറ്റു എന്താണ്? പി ഓഫ് എക്സ് വൈ എം ഡാഷ് ആണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ടേം സബ്സ്ട്രാക്റ്റ് ആഡ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഡി ബൈ ഡി എക്സ് മാറി എന്തായി മാറും? ഈ ഇൻറ്റഗ്രേഷൻ എ ടു ബി ആയി ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇവിടുത്തെ ഡി ബൈ ഡി എക്സ് പോയി വൈ എം പി ഓഫ് എക്സ് വൈ എൻ ഡാഷ് മൈനസ് വൈ എൻ പി ഓഫ് എക്സ് വൈ എം ഡാഷ് ഇൻറ്റഗ്രൽ എ ടു ബി ചെയ്യുന്ന രീതിയിൽ ഈക്വൽ ടു ഇപ്പർ സൈഡിൽ അതുപോലെ തന്നെ ലാംഡ എം മൈനസ് ലാംഡ എൻ ഇൻറ്റഗ്രൽ എ ടു ബി ക്യൂ ഓഫ് എക്സ് വൈ എം ഡി എക്സ്.
ഇവിടെ നമുക്ക് ആൾറെഡി ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട് അല്ലേ, വൈ ഓഫ് എ വൈ ഓഫ് ബി 0 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ എം ഓഫ് എയും വൈ എം ഓഫ് ബിയും 0 ആണ്. അതുപോലെ വൈ എൻ ഓഫ് എയും വൈ എൻ ഓഫ് ബിയും 0 ആണ്. ദാറ്റ് മീൻസ് ഈ സൈഡ് എന്തായി പോവും, മൊത്തത്തിൽ 0 ആയി പോവും. ദാറ്റ് ഈസ് 0 ഈക്വൽ ടു ലാംഡ എൻ മൈനസ് ലാംഡ എൻ ഇൻറ്റു എ ഇൻറ്റഗ്രൽ എ ടു ബി ക്യൂ വൈ എൻ ഡി എക്സ് ആണ്. ഇപ്പോൾ ലാംഡ എം നോട്ട് ഈക്വൽ ലാംഡ എൻ ആണെങ്കിൽ ഇയാൾ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ ഇയാൾ എന്തായേ പറ്റുള്ളൂ, 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ബി ക്യൂ വൈ എൻ ഡി എക്സ് ഈക്വൽ ടു 0. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തെന്താ, ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ ഫംഗ്ഷൻസ് ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ ബൈ ഈക്വൽ ടു 0 വിത്ത് y ഓഫ് 0 ഈക്വൽ 0 ആൻഡ് y ഓഫ് പൈ ഈക്വൽ 0 തന്നിട്ടുണ്ട്. സോ നമ്മളെങ്ങനെ ചെയ്യാം, നമ്മൾ y ഡബിൾ ഡാഷ് ഇ റേസ് ടു എം എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓക്സിലറി ഇക്വേഷൻ കിട്ടും അല്ലേ. ഓക്സിലറി ഇക്വേഷൻ എന്താ, എന്തൊക്കെയാണല്ലോ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് ലാംഡ ഈക്വൽ ടു 0 അല്ലേ. സോ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് ലാംഡയാണ്. സോ എന്തായി മാറും, സൊല്യൂഷൻ y ഈക്വൽ ടു C1 കോസ് ലാംഡ റൂട്ട് ലാംഡ എക്സ് C2 സൈൻ റൂട്ട് ലാംഡ എക്സ് ആണ് അല്ലേ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, y ഓഫ് 0 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, y ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ C1 ഇൻറ്റു 1 പ്ലസ് C2 0 C1 0 എന്ന് കിട്ടി. ആ C1 0 എന്നുള്ള രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തിട്ടാണ് C2 സൈൻ റൂട്ട് ലാംഡ എക്സ് ഈക്വൽ ടു y ഓഫ് എക്സ് ആണ് അല്ലേ. y ഓഫ് പൈ ഈക്വൽ ടു എന്ത് വരും, y ഓഫ് പൈ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താണ് C2 സൈൻ റൂട്ട് ലാംഡ പൈ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എന്ത് വരും, ഓട്ടോമാറ്റിക്കലി റൂട്ട് പൈ ലാംഡ ഈക്വൽ ടു എന്ത് വരണം, ഇയാൾ 0 ആയി വരണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി റൂട്ട് പൈ ലാംഡ എന്തായി വരണം, എൻ പൈ ആയി വരണം. ദാറ്റ് മീൻസ് റൂട്ട് ലാംഡ ഈക്വൽ ടു എൻ പൈ ലാംഡ ഈക്വൽ ടു എൻ സ്ക്വയർ. സോ ഐഗൻ വാല്യൂസ് ആർ എന്താണ് ലാംഡ ഈക്വൽ ടു എൻ സ്ക്വയർ ഫോർ എവരി എൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ആൻഡ് കറസ്പോണ്ടിങ് ഐഗൻ ഫംഗ്ഷൻസ് ആർ y ഈക്വൽ ടു C2 സൈൻ എൻ എക്സ് ഫോർ എവരി എൻ എലമെൻറ്റ് ഓഫ് സെറ്റ്. ഓക്കെ, അടുത്ത എന്താ പറയണേ, എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻസ്. സോ നമ്മൾ പിക്കാർഡ്സ് മെത്തേഡ് പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, അതിന് വീണ്ടും കൂടി പറയുന്നത് നമ്മൾ പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ. എന്താ, കൺസിഡർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡാഷ് ഈക്വൽ എഫ് ഓഫ് എക്സ് കോമ വൈ. ഇത് തൽക്കാലം അധികം വേരിയബിൾ ഇല്ലാത്ത രീതിയിലാണ് ഒരു 1 വേരിയബിളിൻ്റെ ചെയ്യുന്നത് പറയുന്നത്. വിത്ത് y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ലാംഡ നോട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നിട്ട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് എ ആർബിട്രറി ആൻഡ് ഇസ് ഡിഫൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ സം നൈബർഹുഡ് ഓഫ് ദ പോയിന്റ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഇൻറ്റിഗ്രേറ്റിംഗ് 1 ഫ്രം എക്സ് നോട്ട് ടു ലാംഡ. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് എക്സ് വൈ ഡാഷ് ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് നോട്ട് എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ആണ്. അപ്പോൾ y ഓഫ് എക്സ് മൈനസ് വൈ ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്തായി മാറും, ഇൻറ്റഗ്രൽ എക്സ് നോട്ട്, കാരണം ഇതാണ് എക്സ്പാൻഡ് ചെയ്ത് വരിക, y ഓഫ് എക്സ് മൈനസ് വൈ ഓഫ് എക്സ് നോട്ട് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് y ഓഫ് എക്സ് ഈക്വൽ ടു ആരായി മാറി, y ഓഫ് എക്സ് ഈക്വൽ ടു y ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ആണ്. ഇത് തന്നിരിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക, വൈയുടെ ബെസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y1 y2 y3 എക്സെട്രാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി y1 y2 എല്ലാം കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് y1 ഓഫ് എക്സ് ഈക്വൽ എന്താ പറയുക, y1 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ നോട്ട് ഡി എക്സ്. അടുത്ത സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്താ, y2 ഓഫ് എക്സ് ഈക്വൽ എന്താ y ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് കോമ y1. നേരത്തെ y നോട്ട് എന്നുള്ളവിടെ എന്ത് റീപ്ലേസ് ചെയ്യുക, y1 റീപ്ലേസ് ചെയ്യുക. അടുത്തതാകുമ്പോൾ y3 ആകുമ്പോൾ ഇവിടെ y2 റീപ്ലേസ് ആയി മാറും. ദാറ്റ് ഈസ് ജനറൽ ഫോം എന്ന് പറയുന്നത് yn of x equal to എന്തായി മാറും, yn of x equal to y of x naught plus integral x naught to x f of x comma yn minus 1 dx ആണ്. This y of x is equal to limit n tends to infinity yn of x. This method is known as Picard's method of successive approximation. So നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. സോ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, പിന്നെ ചെയ്യാം. System of linear differential equation, Picard's method. Picard's method of successive approximation can be applied to a system of initial value problems considering initial value problem dy by dx equal to f of x comma y comma z, y of x not equal to y naught, dz by dx equal to g of x comma y comma z, z of x not equal to z naught. As in the case of single equation and the above equation system, the നമുക്കറിയാം സെപ്പറേറ്റ് ഇക്വേഷൻ സൊല്യൂഷൻസ്, അതായത് y ഓഫ് എക്സിൻ്റെ y നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഡി എക്സ് ആണ്. സെഡ് ഓഫ് എക്സിൻ്റെ സെഡ് നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് നോട്ട് എക്സ് ജി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഡി എക്സ് ആണ്. സോ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആർ y1 കണ്ടുപിടിക്കണം, y2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇവിടെ എക്സ് നോട്ടിൻ്റെ ഇവിടെ എക്സ് നോട്ടും വൈ നോട്ടും കൊടുക്കുക, സെഡ് നോട്ടും കൊടുക്കുക. സെഡ് വൺ ഓഫ് എക്സിൻ്റെ അവിടെ ജി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൊടുക്കുന്നു. സോ സിമിലർലി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് അപ്പോൾ yn ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ yn മൈനസ് 1 സെഡ് എൻ മൈനസ് 1 ഡി എക്സ് ആയി വരും. അതുപോലെ തന്നെ സെഡ് എൻ ഓഫ് എക്സിൻ്റെ കേസിലും. ഓക്കെ, so solve the following initial value problems by Picard's method and compare it with the exact solution. Okay, let dy by dx equal to z, dz by dx equal to minus y, y of 0 equal to 1, z of 0 equal to 0. By Picard's method first approximation are എന്താ, y1 of x equal to എന്താ വരിക, y1 of x equal to y naught plus integral 0 to x, കാരണം ഇനീഷ്യൽ തന്നിരിക്കുന്ന പ്രകാരം എന്താ ഇൻ്റർവെല്ലിൽ ഓക്കെ എക്സ് നോട്ട് 0 ആണ് സ്റ്റാർട്ടിങ്, അപ്പോൾ 0 ടു എക്സ് എടുത്തിട്ടുണ്ട്. എക്സ് വൈ നോട്ട് സെഡ് നോട്ട് ആണ്, അതിലെന്താ വരിക
ആൾറെഡി വൈ നോട്ട്. സോ ആദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു സെഡിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ വൈ നോട്ട് എന്താ അറിയാം, വൈ നോട്ട് ഈക്വൾ ടു എത്രയാണ്, വൈ നോട്ട് ഈക്വൾ ടു എന്താണ് 1 ആണ്. സെഡ് നോട്ട് ഈക്വൾ ടു എന്താ, സെഡ് നോട്ട് ഈക്വൾ ടു 0 ആണ്. സെഡ് നോട്ട് ഈക്വൾ 0 ആയതുകൊണ്ട് ഇവിടെ ഫംഗ്ഷൻ സെറ്റ് ആയതുകൊണ്ട് തന്നെ മാറും, എഫ് ഓഫ് എക്സ് കോമ വൈ നോട്ട് കോമ സെറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയി പോകും അല്ലേ. ദാറ്റ് ഈസ് അവിടെ ഇൻ്റഗ്രലിൽ വൈ വൺ ഓഫ് എക്സ് ഈക്വൾ 1 വരും. ഇനി സെഡ് വൺ ഓഫ് എക്സ് എന്താ വരിക, സെഡ് വൺ ഓഫ് എക്സിൽ എന്ത് വരും ഓട്ടോമാറ്റിക്കലി, സെഡ് വൺ ഓഫ് എക്സിൽ വൈ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇവിടെ വൈ വണ്ണിൻ്റെ അവിടെ 1ഉം വൈ സെഡ് നോട്ടിനോടെ 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി ഇവിടെ മൈനസ് വൈ ആയതുകൊണ്ട് -1 വരും അല്ലേ. ദാറ്റ് ഈസ് 1 0 സെഡ് നോട്ട് 0 ആണ്. 0 പ്ലസ് -1 ഇൻ്റഗ്രലിൽ എക്സ് ആകുമ്പോൾ -x ആയി മാറും അല്ലേ. സോ വൈ വൺ ഓഫ് എക്സ് ഈക്വൾ ടു 1ഉം സെഡ് വൺ ഓഫ് എക്സ് ഈക്വൾ ടു -x ആണ്. സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ത് വരും അപ്പോൾ, വൈ ടു ഓഫ് എക്സ് ഈക്വൾ ടു വൈ നോട്ട് പ്ലസ് എന്ത് വരും, വൈ നോട്ട് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ വൺ കോമ സെഡ് വൺ എന്ന് വെച്ചാൽ ആരാണ് ഒരു ഓട്ടോമാറ്റിക്കലി സെഡ് ആണ് അവിടെ ഉള്ളത് അല്ലേ. സെഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ, സെഡിൻ്റെ വാല്യൂ -x ആണെന്ന് വന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ. ഇറ്റ് ഈസ് 1 പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എക്സ് -x dx എന്ന് വെച്ചാൽ 1 - x² ആയി മാറി. സെഡ് ടു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സെഡ് നോട്ട് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എക്സ് ജി ഓഫ് x1 y1 z1 ആണ്, x y1 z1. അതിൽ y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z1 അത്രയാണ്, z1 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, z1 ഈക്വൾ ടു z1 -x ആണ്. പക്ഷേ അവിടെ വാല്യൂ എന്ന് പറയുന്നത് -y ആണ്. y1 എത്രയാണ് 1 ആണ്, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1 വരും ഇവിടെ. ഓക്കെ, ദാറ്റ് ഈസ് -1 dx. അതുപോലെ സിമിലർലി y3 of x y4 z4 of x കണ്ടുപിടിച്ച് പോകുന്നു. സോ y of x ഈക്വൾ ടു എന്താ കിട്ടുന്നത്, y of x ഈക്വൾ ടു 1 പ്ലസ് -x²/2 പ്ലസ് x⁴/x എക്സെട്ര എന്ന് cos x ആണ് അല്ലേ. സെഡ് ഓഫ് എക്സിൻ്റെ ഇത് പറഞ്ഞാൽ എക്സാക്ട്ലി -sin x ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സൊല്യൂഷൻ ശരിയല്ല എന്ന് എങ്ങനെ വെരിഫൈ ചെയ്യാം, y ഡാഷ് ഈക്വൾ ടു സെഡ്, z ഡാഷ് ഈക്വൾ ടു -y ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് y ഡബിൾ ഡാഷ് ഈക്വൾ ടു z ഡാഷ് ഈക്വൾ ടു -y ആണ്. ദാറ്റ് ഈസ് y ഡബിൾ ഡാഷ് y പ്ലസ് y ഈക്വൾ ടു 0 ആയി മാറി അല്ലേ. രണ്ടും കൂടി ഒരുമിച്ച് വായിക്കുമ്പോൾ അതായത് y ഡബിൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ y ഡബിൾ ഡാഷ് ഈക്വൾ ടു z ഡാഷ് കിട്ടി, y ഡബിൾ ഡാഷ് ഈക്വൾ ടു z ഡാഷ് കിട്ടി. പക്ഷേ z ഡാഷ് ഇവിടെ -y ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൾ ടു 0 ആയി. അതിൻ്റെ ഇക്വേഷൻ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m² പ്ലസ് 1 ഈക്വൾ ടു 0 ആണ്. m ഈക്വൾ പ്ലസ് ഓർ മൈനസ് i ആണ്. ദാറ്റ് ഈസ് c1 cos x പ്ലസ് c2 sin x ആണ്. അതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻ കൊടുത്ത് എന്ത് കിട്ടുന്നു, ഓട്ടോമാറ്റിക്കലി നേരത്തെ ചെയ്ത പോലെ y of x ഈക്വൾ ടു cos x ഉം z of x ഈക്വൾ ടു -sin x കിട്ടും. സോ അത് നമ്മൾ ശരിയാണെന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സിമിലർലി പ്രോബ്ലംസ് ആണ്, ഒന്ന് ഓടിച്ച് നോക്കുക, വേറെ ബുദ്ധിമുട്ടുള്ളതൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു എക്സാക്ട് സൊല്യൂഷൻ്റെ ഒരു കേസ് ഇറക്കി വരാറുണ്ട്. എക്സാക്ട് സൊല്യൂഷൻ്റെ കേസിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, എം ഓഫ് എക്സ് വൈയും എൻ ഓഫ് എക്സ് വൈ ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ ഫോമിലൊക്കെ പണ്ട് പഠിച്ച ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 5th സെമസ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊന്ന് അല്ലെങ്കിൽ 6th സെമസ്റ്ററിൽ പഠിച്ചൊന്ന് നോക്കുക എടുത്തിട്ട്. ഓക്കെ.